നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് സെക്ഷൻ 472 ഓഫ് ദി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ദിസ് ഈസ് എ ന്യൂ സെക്ഷൻ. ദർ ഈസ് നോ കറസ്പോണ്ടിങ് സെക്ഷൻ ഇൻ ദി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973. Section 472 mercy petition in death sentence cases. Subsection 1 ഒന്ന് വായിക്കാം. A convict under the sentence of death or his legal heir or any other relative may, if he has not already submitted a petition before the President of India under Article 72 or the Governor of the State under Article 161 of the Constitution within a period of 30 days from the date on which the Superintendent of the jail informs എന്താണ് അറിയിക്കുന്നത്? Superintendent of the jail informs നോക്കൂ him about the dismissal of the appeal, review or special leave to appeal by the Supreme Court, or informs him about the date of confirmation of the sentence of death by the High Court and the time allowed to file an appeal or special leave in the Supreme Court has expired. Supreme Court has expired. അതാണ് നോക്കേണ്ടത്. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്കോ അയാളുടെ നിയമപരമായ അവകാശിക്കോ മറ്റേതെങ്കിലും ബന്ധുവിനോ ആർട്ടിക്കിൾ 72 പ്രകാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72 പ്രകാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161 പ്രകാരം സ്റ്റേറ്റിലെ ഗവർണർക്കോ ഗവർണർ മുമ്പാകെ ഒരു പെറ്റീഷൻ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ജയിൽ സൂപ്രണ്ട് ആ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇൻഫോംസ് ഹിം, ഇതാണ് പറയുന്നത്, ഇൻഫോംസ് ഹിം അബൌട്ട് ദി ഡിസ്മിസൽ ഓഫ് ദ അപ്പീൽ, റിവ്യൂ ഓർ സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ബൈ ദ സുപ്രീം കോർട്ട്, or informs him about the date of confirmation of the sentence of death by the High Court and the time allowed to file an appeal or special leave in the Supreme Court has expired. സിമ്പിളാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ അല്ലേ, പുനഃപരിശോധന അല്ലെങ്കിൽ അപ്പീൽ ചെയ്യാനുള്ള പ്രത്യേക അനുമതി എന്നിവ തള്ളിക്കളയുന്നതിനെക്കുറിച്ച് അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണം. ഹൈക്കോർട്ട് ഡെത്ത് സെൻറ്റൻസ് സ്ഥിരീകരിച്ച തീയതിയും സുപ്രീം കോർട്ടിൽ അപ്പീൽ അല്ലെങ്കിൽ പ്രത്യേകാനുമതി ഫയൽ ചെയ്യാൻ അനുവദിച്ച സമയം കാലഹരണപ്പെട്ടതിനെക്കുറിച്ചും അദ്ദേഹത്തെ അറിയിക്കുക. സബ്സെക്ഷൻ 2 ഒന്ന് വായിച്ചു നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. The petition under subsection 1 may initially be made to the governor, and on its rejection or disposal by the governor, the petition shall be made to the president within a period of 60 days, a days ഓർക്കണം, from the date of rejection or disposal of such a petition. സബ്സെക്ഷൻ 1 പ്രകാരമുള്ള പെറ്റീഷൻ ആദ്യം കൊടുക്കേണ്ടത് ഗവർണർക്ക് ആദ്യം സമർപ്പിക്കാവുന്നതാണ്. ഗവർണർ അത് നിരസിക്കുകയോ തീർപ്പാക്കുകയോ ചെയ്താൽ അത്തരം പെറ്റീഷൻ നിരസിക്കുകയോ തീർപ്പാക്കുകയോ ചെയ്ത തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ 3ാമത്തെ സബ്സെക്ഷനിലേക്ക് പോകുകയാണ്, ശ്രദ്ധിക്കുക. The superintendent of the jail or officer in charge of the jail shall ensure that every convict, in case there are more than one convict in a case, also files the mercy petition within a period of 60 days, and non-receipt of such petition from the other convicts, superintendent of the jail shall send the names, addresses, copy of the record of the case and all other details of the case to the central government or the state government for consideration along with the said mercy petition. ഇത് മലയാളത്തിൽ പറഞ്ഞ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുകയുള്ളൂ.
ഒരു കേസിൽ ഒന്നിലധികം കുറ്റവാളികൾ ഉള്ള സാഹചര്യത്തിൽ ഓരോ കുറ്റവാളിയും 60 ദിവസത്തിനുള്ളിൽ ദയാഹർജി സമർപ്പിക്കുന്നുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ടോ ജയിലിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ഉറപ്പാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, മറ്റു കുറ്റവാളികളിൽ നിന്നും അത്തരം ഹർജി ലഭിച്ചില്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് എന്തൊക്കെ കൊടുക്കണം? പേരുകൾ, വിലാസങ്ങൾ, കേസിൻ്റെ രേഖയുടെ പകർപ്പ്, കേസിൻ്റെ മറ്റെല്ലാ വിശദാംശങ്ങളും പ്രസ്തുത മേഴ്സി പെറ്റീഷനോടൊപ്പം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ പരിഗണിക്കാനായി അയക്കേണ്ടതാണ്. അവരുടെ പരിഗണനയ്ക്ക് വേണ്ടി അയക്കേണ്ടതാണ്. അപ്പോൾ 4ലേക്ക് കടക്കാം. The central government shall, on receipt of the mercy petition, seek the comments of the state government and consider the petition along with the records of the case and make recommendations to the President in this behalf as expeditiously as possible within a period of 60 days from the date of receipt of comments of the state government and records from superintendent of the jail. ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ദയാഹർജി ലഭിച്ചാലുടൻ കേന്ദ്ര സർക്കാരോ കേന്ദ്ര സർക്കാർ നീനം സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ തേടണം. കേസിൻ്റെ റെക്കോർഡ്സിനൊപ്പം ഹർജി പരിഗണിക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായങ്ങളും ജയിൽ സൂപ്രണ്ടിൽ നിന്നുള്ള രേഖകളും ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ശുപാർശകൾ നൽകുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് 4 പറയുന്നത്. വായിച്ചു നോക്കിയാൽ മതി. 5 the president, 5th subsection, the president of India may consider, decide and dispose of the mercy petition, and in case there are more than one convict, in a case more than one convict, in a case the petition shall be decided by the president together in the ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ്. 5ാമത്തെ പോയിന്റ് നോക്കാം. രാഷ്ട്രപതിക്ക് ദയാഹർജി പരിഗണിക്കാനും തീരുമാനിക്കാനും തീർപ്പാക്കാനും കഴിയും. ഒരു കേസിൽ കൂടുതൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ നീതിയുടെ താൽപ്പര്യങ്ങൾക്കായി രാഷ്ട്രപതി ഒരുമിച്ച് ആ ഹർജികൾ തീരുമാനിക്കും. അടുത്ത സബ്സെക്ഷൻ 6 ആണ്. Upon receipt of the order of the President on the mercy petition, the central government shall within 48 hours communicate the same to the Home Department of the state government and the superintendent of the jail or officer in charge of the jail. ദയാഹർജിയിൽ രാഷ്ട്രപതിയുടെ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 48 മണിക്കൂറിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെയും ജയിൽ സൂപ്രണ്ടിനെയും ജയിലിൻ്റെ ചുമതലയുള്ള ഓഫീസറെയും അറിയിക്കേണ്ടതാണ് എന്നാണ് ഈ സബ്സെക്ഷൻ പറയുന്നത്. നമുക്ക് നീങ്ങാം. 7ാമത്തെ സബ്സെക്ഷൻ. നോ അപ്പീൽ ഷാൽ ലൈ ഇൻ എനി കോർട്ട് അഗൈൻസ്റ്റ് ദി ഓർഡർ ഓഫ് ദ പ്രസിഡന്റ് ഓർ ഓഫ് ദി ഗവർണർ made under Article 72 or Article 161 of the Constitution, and it shall be final, and any question as to the arriving of the decision by the President or the Governor shall not be inquired into any court. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 161 പ്രകാരം രാഷ്ട്രപതിയോ ഗവർണറോ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ ഒരു കോടതിയിലും അപ്പീൽ നൽകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളൂ. അത് അന്തിമമായിരിക്കും. കൂടാതെ രാഷ്ട്രപതിയോ ഗവർണറോ തീരുമാനം എങ്ങനെ എടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഏതൊരു ചോദ്യവും ഒരു കോടതിയിലും അന്വേഷിക്കാനും എൻക്വയറി ചെയ്യാനും പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊരു പുതിയ സെക്ഷനാണ്. എല്ലാവരും ഇത് പഠിക്കണം. നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചെറിയ ഉദ്യമം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാകും. നന്നായി വായിച്ചാൽ. ഓക്കെ, താങ്ക് യു.